ആദ്യമൊക്കെ വിഷു എന്ന് പറയുമ്പോ എന്ത് രസമായിരുന്നു അറിയോ. പുതിയ കുപ്പായം വാങ്ങി പടക്കം പൊട്ടിക്കുക, സദ്യ ഉണ്ടാക്കിയ, സദ്യ കഴിക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്രാവശ്യം ഒരു സാധനമില്ല. എന്നിട്ട് കഴിഞ്ഞ കാലത്ത് കുപ്പായം എടുത്തിട്ടോ എന്ന് പറയുകയും ചെയ്തു. നീ പറയുന്നൊക്കെ ഞാൻ ചെയ്തുതരാം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം ഈ പറയണം. ഇങ്ങോട്ട് നോക്ക്. ഈ വിഷു എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷു പറഞ്ഞ വിഷു എന്താണ് വിഷു? എന്താണ് വിഷു എന്ന് പറഞ്ഞാൽ നമ്മളെന്താ രാവിലെ കണി വെക്കൂ, പൊച്ചാമ കണി വെക്കൂ. അതെന്തിനാണ് കണി വെക്കുന്നത്? ഈ വിഷു എന്ന് പറയുന്ന ആഘോഷം എന്താണ്? അങ്ങനെ ആഘോഷിക്കാൻ കാരണമൊന്നും വേണ്ട. കാരണം വേണ്ട. അതായത് വിഷു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ അറിയാലോ, അറിയാം. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം. ഇതൊക്കെ എനിക്കറിയാം. അതായത് ഓരോ ആഘോഷത്തിനും ഓരോ കാരണങ്ങളുണ്ട്. അതേപോലെ തന്നെ വിഷു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള ശ്രീകൃഷ്ണന്റെ എന്താണ്, ശ്രീകൃഷ്ണന്റെ എന്താണ് കാരണം പറയും. പുതിയ വിഷുകൾ ഉണ്ടാവണം. എന്തുണ്ടാവുക? എന്തുണ്ടാവ? എന്താണ് വിഷു? കൃഷ്ണന്റെ എന്ത് സംഭവമാണ്? കൃഷ്ണന്റെ കല്യാണമാണോ? അല്ല. പിന്നെ കൃഷ്ണന്റെ ജന്മദിനാണോ? അപ്പൊ ശ്രീകൃഷ്ണ ജയന്തി എന്തിനാ ആഘോഷിച്ചത് എനിക്കറിയാം. അപ്പൊ വിഷു എന്താണ്? കൃഷ്ണനെ കൊന്നതോ? ആരും എന്ത്? കൃഷ്ണൻ ആര് കൊന്നു? കംസനെ കൊന്നത് മറ്റേ കൊന്നിട്ട് കണി കാണാൻ വന്ന് നിൽക്കല്ലേ? കൃഷ്ണൻ ആരെ കൊന്ന്? കുപ്പായം വായിത്തണ്ട വിഷു എന്താ പറയണോ? എന്താണ് വിഷു? എന്താണ് പറയ്. എന്തിനാ വിശ്വാസം ആഘോഷിക്കുന്നത്? പറയ്. പിന്നെ ഇങ്ങനെ കോലോട്ടായി നിന്ന് നടക്കുകയല്ലേ?